അപ്പൊ നമസ്കാരം, ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പൊ എപ്പിസോഡ് 25 കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു. വളരെ ഇലാബറേറ്റ് ചെയ്ത് തന്നെയായിരിക്കും കേട്ടോ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയാൻ പോകുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് മാറ്റേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ, ഒരാളുടെ അനുവാദം ഇല്ലാതെ വേറൊരാള് അവരുടെ ശരീരത്ത് തൊടുന്നത് തെറ്റാണ്. അതൊരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ശരീരത്ത് തൊടുന്നതാണെങ്കിലും അത് തെറ്റാണ്. അതാണ് അനുമോള് ജിസൈലിനോട് കാണിച്ചത്. ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ തന്നെ അനുമോള് ആവശ്യമില്ലാതെ ജിസൈലിനെ ടാർഗറ്റ് ചെയ്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരെണ്ണം ഇന്നലെ കുറച്ച് കൂടുതലായിരുന്നു, അനുമോളുടെ ഭാഗത്തു നിന്നുള്ള ആക്റ്റൊക്കെ. വേറൊന്നുമല്ല, ജിസൈല് മേക്കപ്പ് ഉപയോഗിക്കുന്നതായിട്ട് അനുമോള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പല സിറ്റുവേഷൻസിലും പലരുടെ അടുത്ത് ചെന്നിട്ട് അവൾ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കതൊന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ബെഡൊക്കെ പൊക്കി നോക്കുന്നതും അതുപോലെ ജിസൈലിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സിലൊക്കെ പോയി നോക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കുറച്ച് കൂടിപ്പോയി. ജിസൈല് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അനുമോള് ചെന്ന് ചുണ്ടിങ്ങനെ വൈപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ആ ജിസൈല് ഡോണ്ട് ടച്ച് മീ എന്ന് പറഞ്ഞിട്ട് അനുമോളെ തള്ളി മാറ്റി നിർത്താൻ അനുമോൾ ഏകദേശം വീഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് അനുമോളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഫസ്റ്റ് ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുന്നത്, വേറൊരാളുടെ ബോഡിയിൽ പോയി ആവശ്യമില്ലാതെ തൊടരുത്. ആൻഡ് പെട്ടെന്ന് തന്നെ ജിസൈൽ അങ്ങനെ റിയാക്ട് ചെയ്തു. ജിസൈലിന് കുറച്ചുകൂടെ പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യായിരുന്നു. അവിടെ ആവശ്യമില്ലാതെ പോയിട്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് ഹൗസിൽ ആകെപ്പാടെ പ്രശ്നം ഉണ്ടായി, ഭയങ്കര പ്രശ്നം ഉണ്ടായി. കാരണം ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പം ശരിക്കും ഗെയിം കളിക്കാനായി പണിപ്പുരയിൽ പോയിട്ട് ആ ടാസ്കിലെ 20,000 പോയിന്റ്സ് വീട്ടാനായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, അതിൽ ബിന്നി ഉണ്ടായിരുന്നു, ഒനീൽ ഉണ്ടായിരുന്നു, ആര്യൻ ഉണ്ടായി, അതുപോലെ ഷാനവാസ്, റെന, ഇവരെല്ലാം കിടന്ന് കഷ്ടപ്പെടുവാണ്. ഉറങ്ങാൻ പോലും മര്യാദയ്ക്ക് അവർക്ക് പറ്റാതെ അവർ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ആ പോയിന്റ്സ് ഒന്ന് വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം സ്വേച്ഛാധിപതികൾ എടുത്ത സാധനങ്ങൾ, പണിപ്പുരയിൽ നിന്ന് എടുത്ത സാധനങ്ങളുടെ ആ ഒരു ബില്ല് നമ്മൾ കണ്ടു. ഏകദേശം 20,000 രൂപയുടെ മുകളിൽ അവർ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീട്ടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പണിയെടുത്ത് തന്നെ തിരിച്ചു കൊടുക്കണം. അതിന് സ്വേച്ഛാധിപതികൾ നിയമിച്ച അടിമകൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുമായിരുന്നു. ആ സമയത്ത് ഇപ്പുറത്ത് പിറ്റേ ദിവസം വന്നിട്ട് ഇവർ ഈ വഴക്കുണ്ടാക്കുന്നത് ഒരു കാര്യമില്ലാത്ത ഒരു വഴക്കായിപ്പോയി. അത് ആവശ്യമില്ലാത്ത ഭയങ്കര വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ അനുമോൾ നല്ല രീതിയിൽ ടെമ്പർ ആവുന്നുണ്ട്. എന്തിനാണ് എൻ്റെ ദേഹത്തോ നീ എന്നെ പിടിച്ച് തള്ളിയത് തൊട്ടതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ആ ടിഷ്യൂ വലിച്ചെറിയുന്നതൊക്കെ നമ്മൾ കണ്ടു. ആൻഡ് അത് ഭയങ്കര രീതിയിലേക്ക് അത് സ്പ്രെഡായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നെവിൻ. ഈ നെവിനും ജിസൈലും ശരിക്കും പറഞ്ഞാൽ ചങ്കും ചങ്കുമാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട് ഉള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. അപ്പം നെവിൻ അതിലിടയ്ക്ക് കയറി വന്നിട്ട് നീ എന്തിനാ ജിസൈലിനെ തൊട്ടത് എന്ന് ചോദിച്ചാൽ അനുമോളോട് ഭയങ്കര ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ഇവിടെ എന്താ പറയാ, അനുമോൾക്കെതിരെ റൂൾ ബ്രേക്ക് ചെയ്തതിന് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ വാക്ക് ഔട്ട് ഓഫ് ദിസ് ഷോ എന്ന് നെവിൻ പറയുന്നത് നമ്മൾ കണ്ടു. ഭയങ്കര പ്രശ്നമായിരുന്നു നെവിൻ അവിടെ ഉണ്ടാക്കിയത്. ശരിക്കും നെവിൻ എന്തിനാണ് ഇത്രയും റേസ്ഡ് ആവുന്നത്? നെവിൻ്റെ എന്തെങ്കിലും സ്ട്രാറ്റജി ആണോ, പ്ലാൻ ഓഫ് ആക്ഷൻ ആണോ, ഒന്നും അറിയില്ല. പക്ഷെ നെവിൻ പറഞ്ഞു ഐ വിൽ വാക്ക് ഔട്ട് ഓഫ് ദി ഷോ ഇഫ് അനുമോൾക്കെതിരെ ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അനുമോളെയും ജിസൈലിനെയും ഒരുമിച്ച് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അവിടെ വെച്ച് ഇവർ സംസാരിക്കുന്നു. നീ എന്നെ തൊട്ടില്ലേ, നീ മേക്കപ്പ് ഇട്ടില്ലേ, അങ്ങനെ പിന്നെ അവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നു. ആൻഡ് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞ ഒരു മീഡിയേറ്ററെ പോലെ നിന്ന് ഈ പ്രശ്നം പരിഹരിച്ച് വിട്ട് അവർ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നെവിൻ ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ടായത്, എന്താണ് സംഭവിച്ചത്. പക്ഷെ നെവിൻ ഇതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആൻഡ് ബിഗ് ബോസിനോട് തന്നെ പറഞ്ഞു എനിക്ക് പോകണം, ഐ എം ക്വിറ്റിംഗ് ദ ഷോ. ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ, ദ മെയിൻ ഡോർ ഇസ് ഓപ്പൺ, യു ക്യാൻ വാക്ക് ഔട്ട്. അങ്ങനെ നെവിൻ വാക്ക് ഔട്ട് ചെയ്യുവാണ്. നെവിൻ വാക്ക് ഔട്ട് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ നെവിൻ വാക്ക് ഔട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദില നൂറ അത്ര സ്ട്രോങ് കണ്ടന്റേഴ്സ് ഒന്നും അല്ല എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു ഇൻസിഡൻറ്റോട് കൂടി തന്നെ ആദില നൂറ അവർക്ക് കിട്ടിയ ടൈമിൽ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്തു. കാരണം വേറൊന്നുമല്ല, ഈ നെവിൻ പോണ സമയത്ത് ഇവർ നീ ആണാണെങ്കിൽ ഇറങ്ങി പോടാ എന്നുള്ള ഡയലോഗൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടാണ് ഇവരെ ഇറക്കി വിടുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ കുറേ കണ്ടസ്റ്റൻസിന് ഇതെന്തിന് ഇവർ ഇതിനകത്ത് കയറി ഇടപെടുന്നത്, ഇവർക്ക് എന്താണ് പ്രശ്നം. ഇവൻ തോ നമ്മൾ കണ്ടിട്ടുണ്ട് ആദില നൂറ എപ്പോഴും അനുമോളുടെ ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാൽ ഇവർ നെവിനോടും അടുത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തിരിഞ്ഞത്, ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് മാറിയത്, ഇത്രയും വലിയ ആർഗ്യുമെന്റിലേക്ക് എങ്ങനെയാണ് ആദില നൂറ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്.
അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു ഇക്വേഷൻ മുഴുവനായിട്ട് മാറുന്നത്. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റയാളുടെ ഡിസിഷൻ കൊണ്ട്, ഒരൊറ്റ ആർഗ്യുമെന്റ് കൊണ്ട്. എങ്ങനെയാണ് ആൾക്കാർ തമ്മിലുള്ള ബന്ധം ഇത്ര പെട്ടെന്ന് മാറുന്നത്? എങ്ങനെയാണ് ഈ എടുത്ത തീരുമാനങ്ങളിൽ നല്ല നിലപാടുകളിൽ നിന്ന് ആൾക്കാർക്ക് ഇങ്ങനെ മാറാൻ പറ്റുന്നത് എന്നുള്ളത് ഭയങ്കര സ്കെയറിയാണ്. കാരണം ഗെയിം ജയിക്കാനായിട്ടും സ്വന്തം ചുവട് അവിടെ ഉറപ്പിക്കാനായിട്ടും ആ സമയം എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ കടന്ന് കഷ്ടപ്പെട്ടു. എന്നാൽ ആ സമയത്ത് രേണു സുധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെയില്ല. രേണു സുധി ഒരു ഫുഡ് കഴിച്ച് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്ത് ഹാപ്പി ആയിരിക്കുന്ന രേണു സുധിയാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ടത്. പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജിയും ഇല്ല, പ്രത്യേകിച്ച് ഒരു ഒപ്പീനിയനും ഇല്ല, ഒന്നുമില്ല. അവർ വളരെ ശാന്ത സ്വരൂപിയായിട്ട് എവിടെയൊക്കെ ഇരിപ്പുണ്ട്. ആദ്യം വന്ന ദിവസങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല, ഒന്നും വർക്ക്ഔട്ട് ആയില്ല. പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാതെ അവരിങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പൊ ഈ പറഞ്ഞു വന്ന പോലെ തന്നെ എല്ലാ ഇക്വേഷൻസും മാറി. നെവിൻ പുറത്തേക്ക് പോകുന്നു, ജിസയിൽ അവിടെ അനുമോളെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നു. ഒരു സ്ഥലത്ത് അനുമോളുടെ കുറ്റം പറയുന്നു, ഒരു സ്ഥലത്ത് ആദില നൂറയുടെ കുറ്റം പറയുന്നു. അപ്പുറത്ത് പോയിട്ട് അപ്പാനിഷടുത്ത് ഭയങ്കരമായിട്ട് ഒച്ച വെക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അപ്പം ഇതിൽ ശരിക്കും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണില്ല. വരുന്ന ദിവസങ്ങൾ നമുക്ക് എന്താണെങ്കിലും കാണാം. കാരണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അനുമോളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, ജിസേലിന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ജിസേലിന്റെ അടുത്ത് എന്താ പറയാ, ആദ്യം മുതലേ അനുമോൾക്കൊരു അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് എത്രയാണെങ്കിലും നമ്മുടെ ദേഹത്ത് ഒരാൾ തൊടുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പക്ഷേ ഇതിനു മുമ്പ് എക്സ്പീരിയൻസസ് ഒരുപാടുള്ള നമ്മുടെ ജിസയിൽ അത് ചെയ്യുമെന്ന് നമ്മൾ ഒട്ടും വിചാരിച്ചില്ല. കുറച്ച് പ്രസൻസ് ഓഫ് മൈൻഡ് ആവായിരുന്നു അവിടെ. എന്തായാലും നമുക്ക് നോക്കാം ഇനി വരാനുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ്. ഒപ്പം തന്നെ വീക്കെൻഡിൽ മോഹൻലാൽ സർ വരുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ളത്, എല്ലാവരെയും പിടിച്ച് കൊടയുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ആൻഡ് കാണാൻ പറ്റുന്നവർ ബിഗ് ബോസ് കാണുക, ആൻഡ് കാണാൻ പറ്റാത്തവർ കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആൻഡ് മോർ കണ്ടന്റ്സ് കാണാൻ വേണ്ടിയിട്ടും കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച്. താങ്ക് യു.